മാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ നാടാണ് ഇന്ത്യ. ഇന്ത്യ എന്ന ഈ രാജ്യം എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന രാജ്യമാണ്. അതിൻ്റെ എണ്ണത്തിൻ്റെയും വണ്ണത്തിൻ്റെയും കണക്കനുസരിച്ചല്ല, ഇവിടെ ജനിച്ചു വീണ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശമുണ്ട്. ആരുടെയും ഔദാര്യമല്ല. നമ്മുടെ ഭരണഘടന അത് കൃത്യമായി എഴുതി ചേർത്താണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ന് ഭരിക്കുന്നവരുടെ അന്നത്തെ ആളുകൾ അവർ അന്ന് പറഞ്ഞിരുന്നു, ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കാൻ ശ്രമിച്ചാലോ ഭരണഘടനാ സഭയിലുള്ള 3 പേരൊഴിച്ച് മറ്റെല്ലാവരും പറഞ്ഞു നടക്കില്ല എന്നാണ്. മതനിരപേക്ഷ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആരുടെ ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കലാണോ? അല്ല, എല്ലാവരും തുല്യരാണ്. ആ തുല്യമായ നമുക്കുള്ള അവകാശങ്ങളാണ് ഇവിടെ ഒന്നിനു പുറകെ ഒന്നായി വെട്ടി അരിഞ്ഞ് കൊണ്ടുപോകുന്നത്. അത് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരിയുടെ അജണ്ടയാണ്. അവർക്ക് രാജ്യത്ത് ഭൂരിപക്ഷമുള്ളത് നമ്മളാരും ധരിക്കില്ലല്ലോ. നമ്മളാരും ധരിക്കേണ്ട കാര്യമില്ല. ഒരു ഭൂരിപക്ഷമില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഹിന്ദു വിശ്വാസികളാണെങ്കിലും ആ മഹാഭൂരിപക്ഷവും അവരുടെ അനുകൂലികളല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുള്ളതെല്ലാം ഹിന്ദുക്കളായ ആളുകളില്ല. അപ്പൊ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് ഇവൻ നടത്തുന്ന ഈ ഏർപ്പാടുകൾ നമ്മുടെ നാട് ഒരുമിച്ച് നേരിടണം. നമുക്കിപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ നോമ്പ് തുറ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു. എല്ലാ ദിനങ്ങളിലും നമ്മളെല്ലാം ഒരേപോലെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരും, നമ്മൾ അപ്പുറം കൊടുക്കും, അല്ലേ? നമ്മൾ തമ്മിലൊരു ബന്ധം എന്താ ചെറുതാണ്. എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ആമിനമ്മയുണ്ട്. അവർ നല്ല അപ്പം ഉണ്ടാക്കി തരും. ആ അപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്ന മാലപ്പം. എന്തൊരു ടേസ്റ്റാ! ഞാൻ അമ്മയോട് ചോദിച്ചാൽ എങ്ങനെയാ? ഞാൻ ഉണ്ടാക്കിയതാണ്. വീട്ടിലിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന സേവനമാണ്. നമ്മുടെ നാട്ടിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മനസ്സാണ്, ശത്രുതയുടെ മനസ്സല്ല. എന്നാൽ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ശത്രുതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഒന്നും അനുവദിക്കൂല എന്ന് അവരുടെ ഭാവം. ഈ RSS എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഓർഗനൈസർ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതി, ലേഖനം പിൻവലിച്ചു. അതിൽ പറയുന്ന കാര്യമുണ്ട് മൗലവി സാഹിബ്. എന്തായാലും പറയുന്ന കാര്യം എന്നറിയോ? ഇന്ത്യയിൽ 3 ശത്രുക്കളുണ്ട്. ഒന്ന് മുസൽമാൻ, മറ്റൊന്ന് ക്രിസ്ത്യാനി, വേറെയൊന്ന് നമ്മൾ കമ്മ്യൂണിസ്റ്റ്. നമ്മൾ ആജന്മ ശത്രുക്കൾ. അവൻ്റെ ആജന്മ ശത്രുക്കളാണ്. കാരണം എന്താ? എന്നും അവൻ്റെ എല്ലാ പരിപാടികളെയും എതിർക്കുന്ന നമ്മളെ പ്രസ്ഥാനം. നമ്മളെ പ്രസ്ഥാനം പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ. ഇവിടെ എന്താ വിഷയം? എന്താ ഇപ്പോൾ വഖഫ് കൊണ്ടുവന്നത്? എന്നോട് 1-2 മുസ്ലിം സഹോദരന്മാരെന്നോട് ചോദിച്ചു, എന്താ ബില്ല് പറയുന്നത്? ഞാൻ പറഞ്ഞ വഖഫ് ബില്ലിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഏർപ്പാട്. ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ആ ബോർഡ് എല്ലാം മെമ്പർമാരുണ്ടല്ലോ. ആ ഏതെങ്കിലും ഒരു ബോർഡിൽ മുസ്ലിം ഉണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ബോർഡുണ്ടോ? വഖഫ് ബില്ല് ഭേദഗതി ബില്ലിൽ പറയുന്ന കാര്യം ഈ ബോർഡിൽ 2-ൽ കുറയാത്ത അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താം. 2-ൽ കുറയാത്തതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സാഹിബ്, 5 പേരുള്ള ഒരു ബോർഡ്. ആ 5 പേരുള്ള ബോർഡിൻ്റെ അകത്ത് 2-ൽ കുറയാത്ത ആളുകൾ ഉൾപ്പെടുത്തണം. 3 പേര് ഉൾപ്പെടുത്തും, 2-ൽ കുറയാത്തതില്ലേ? നമ്മുടെ നാട്ടിൽ അർദ്ധരാത്രി പലരും ഉറങ്ങുന്ന സമയത്താണ് ബില്ല് പാസ്സാക്കിയത്. എന്താ ഉദ്ദേശത്താ?
ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ പഴയ കാലത്തെ കൊടുത്തിരിക്കുന്ന സ്വത്തുണ്ടല്ലോ, ദൈവവിശ്വാസത്തിന്റെ പേരിൽ ദൈവവിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാ, ബഹുമാനിക്കുന്ന ആളാ, ആദരിക്കുന്ന ആളാ ഞാൻ. ദൈവവിശ്വാസികൾ എന്ന പേരിൽ അവര് വെറുതെ നടക്കുകയല്ല, അവരെന്ത് ചെയ്ത് ഉള്ള സ്വത്തുക്കൾ കൊടുത്തു. ആർക്കൊക്കെ പള്ളി കൊടുത്തു കാണും, മദ്രസ കൊടുത്തു കാണും, അതുപോലെ എല്ലാ സ്ഥാപനങ്ങൾക്കും കൊടുത്തു കാണും. ആ കൊടുക്കുന്ന സ്വത്തുക്കളാണ് ഇപ്പോൾ ഉള്ളത് കബറടങ്ങളുണ്ട്. മനുഷ്യർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതാണ് മരിച്ച ആളുകളുടെ കബറടങ്ങൾ. ആ കബറടങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സ്വത്തുക്കൾ കൊണ്ടുപോയി തട്ടിയെടുക്കാൻ വേണ്ട ഏർപ്പാടിന്റെ ഭാഗമാണിത്. നിസ്സാരമായ കാര്യമല്ല. ഒരുത്തരൊരു പെറ്റിട്ട് കൊടുക്കുന്നു, ആര് RSSകാരൻ ഓൻ പറയുന്ന പഴയ അമ്പലത്തിന്റെ ഭാഗമാകുന്നു, അപ്പോൾ എടുത്തു കൊടുക്കുക. അതിനോ കമ്മിറ്റി ഉണ്ട്. ആരാ കമ്മിറ്റി? വഖഫ് ബോർഡ് കമ്മിറ്റി ഉണ്ടല്ലോ, ഉണ്ട്. ആ കമ്മിറ്റിയോ തീരുമാനിക്കുന്നു. കമ്മിറ്റി ഭൂരിപക്ഷാര ഹിന്ദുക്കള്. കാരണം എന്താ? അഹിന്ദുക്കൾക്ക് രണ്ടിൽ കുറയാത്ത ആവാം. എന്ത് മര്യാദ, എന്ത് നിയമം! നമ്മുടെ നാട്ടിൽ പകൽ കൊള്ള നടത്താൻ വേണ്ടി ഭരിക്കുന്നവർക്ക് അവകാശമുണ്ടോ? ഇവിടെ നിയമങ്ങളില്ലേ? നീതിയില്ലേ? ആ നീതിക്കും നിയമങ്ങൾക്കുമെതിരായ നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ നിന്നാലോ, ഭരിക്കുന്ന ആളുകൾ നിന്നാലോ, അവർ ഇപ്പൊ നടത്തുന്നതാണ്. ഇത് ഇവിടെ തീർന്നില്ല. നിങ്ങൾ മൗലവി സാഹിബ് നോക്കിക്കോ, ഇപ്പൊ വന്നിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഭൂമിയെ കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിൽ ഓരോ മനുഷ്യനും ഭൂമി എത്ര അവരൊരു കണക്കെടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് ഭൂമിയുണ്ട്. അപ്പോഴോ അതും പിടിക്കാം, ഇതും പിടിക്കാം, ഭൂമിയെല്ലാം സ്വന്തമാക്കാം, എന്നിട്ടോ മുതലാളി കൊടുക്കാം. ആർക്ക്? അദാനിക്ക്. ഓനോ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. ആര്? മോദി. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി അവിടെ RSSന്റെ കാര്യാലയത്തിൽ പോയി തീരുമാനിക്കുന്നത്? ഞാൻ പാർലമെന്റിൽ പോയ ആളാണ്. പാർലമെന്റിൽ പോയാൽ നമുക്കൊന്നൊരു ഒരു മനസ്സിനകത്ത് ഒരു വല്ലാത്ത ഒരു ഉൾപിടിയ രാജ്യത്തെ കുറിച്ച്. മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പോയി നമ്മൾ മുട്ടുകുത്തി നമസ്കരിച്ചിട്ട് നമ്മൾ പാർലമെന്റിൽ പോകുന്നത്. ഇപ്പൊ ആരാ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് വന്നത്? സ്വാമി. എന്തിനാ? തീർത്ഥജലം കൊണ്ട്. എന്ത്? തളിക്കാൻ. കാരണം എന്താ? അശുദ്ധി ഇല്ലാതാക്കാൻ. ആരെ അശുദ്ധി? ഇവന്റെ അശുദ്ധി തന്നെ. ആരത്? RSSകാരന്റെ. RSSകാരുടെ അശുദ്ധിയാ, നമ്മളതല്ല. അവൻ ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുണ്ടോ? മനുഷ്യന് സംസാരിക്കാൻ അവകാശമുണ്ടോ? പലയിടത്തും എത്ര കേസുകൾ നിങ്ങൾ വേണം? ഒരു സിനിമ വന്നപ്പോ ആ സിനിമയെ നാട്ടിലെന്തൊരു ബഹളമാണ് സിനിമക്കെതിരായിട്ട്. സിനിമയിൽ സത്യമായ കാര്യമല്ലേ പറഞ്ഞത്? ഗോത്രം നമുക്ക് അറിയാത്തതാണോ? പാവപ്പെട്ട ഗർഭിണിയായ സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ചറിയാത്തതാണോ? എത്ര സംഭവങ്ങൾ! ആ സംഭവങ്ങൾ കാണിക്കുമ്പോൾ ഇവന് പറ്റില്ല. നേരത്തെ ഇതുപോലെ സിനിമ നിർത്താൻ വേണ്ടി പോയത് ഞാൻ കൽക്കത്തയിൽ വെച്ച ആ സിനിമ ഉണ്ടത് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യന് ശ്വാസം കഴിക്കാൻ അവകാശം, മനുഷ്യന്റെ മൗലിക അവകാശം, അവയെല്ലാം തടയാൻ ഇവിടെ ആര് വന്നാലും തിരക്കിടില്ല. മുസ്ലിം സഹോദരന്മാരെ, നിങ്ങളെല്ലാം മനുഷ്യരാണ്, നമ്മുടെ കുടുംബങ്ങളാണ്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, ഞങ്ങൾ നിൽക്കും. ഇത് അനീതിയാണ്. ഈ അനീതിക്കെതിരായ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ജാതി മത വ്യത്യാസമില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ല. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യന്റെ നീതിയാ പ്രധാനം. RSSകാരൻ പറയുന്നത് നമ്മൾ ഹിന്ദുവിന്റെ പേരിലാണ്. ഹിന്ദുവും ഇന്ത്യക്കുമായിട്ട് എന്താ ബന്ധവും ഈ RSSമായിട്ട്? ഉണ്ടോ? അവര് പറയുന്നത് ഒരു ഹിന്ദുവാ. എന്താ? ഇത്തവണ പോയിട്ട് അയോധ്യയിൽ പോയി നമ്മളെ പ്രധാനമന്ത്രി അയോധ്യയിൽ പോയിട്ട് പറഞ്ഞു രാമന്റെ പേര് ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടോ? രാമനാരാ? പ്രജകളുടെ അഭിപ്രായങ്ങൾ അംഗീകരിച്ച് ഭരണം നടത്തിയ ഭരണാധികാരി രാമൻ. ആ രാമനുമായിട്ട് നമ്മുടെ മോഡിക്ക് വല്ല ബന്ധമുണ്ടോ? ഇല്ല. BJPക്ക് വല്ല ബന്ധമുണ്ടോ? ഇല്ല.
അവർ യന്ത്രവില വഞ്ചിച്ചുകൊണ്ട് ഈ നാട്ടിന്റെ സമ്പത്ത് തട്ടിയെടുക്കാനുള്ള വലിയ മുതലാളിമാരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ധരിക്കണ്ട അവൻ ഈ രാജ്യത്തെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, പൊട്ടിച്ചോറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനെതിരെ രാജ്യത്ത് ഏറ്റവും വലിയ സംഘടന ശക്തിയായി നമ്മുടെ നാട്ടിലെ നല്ല മനുഷ്യരായ നമുക്ക് ഒരുമിച്ച് ചേരാം. മൗലവി സാഹിബ് ഈ പരിപാടിയുടെ പേര് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഉറപ്പായി ചെയ്യാൻ വരും. കാരണം നീതിയാണ് പ്രശ്നം, നീതിക്ക് വേണ്ടിയാ. ഞാനിപ്പോ ചോദിക്കട്ടെ, നമ്മൾ ഈ ഹിന്ദുക്കൾക്ക് ഈ സാധാരണ നിങ്ങളുടെ കബറിടത്ത് കൊണ്ടുപോയി നമ്മളൊരു ബോഡി കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ആ ബോഡി ആരെങ്കിലും അലങ്കോലപ്പെടുത്തിയാൽ നമുക്കുണ്ടാകുന്ന മനസ്സിന്റെ ദുഃഖം എന്തായിരിക്കും? ഉറപ്പല്ലേ? അതാണ് ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാം എടുത്ത് തിരിച്ചെടുക്കാം, അവയെല്ലാം തിരിച്ചെടുക്കാം. അനുവദിക്കില്ല എന്ന് ഈ കേരളത്തിന്റെ ഒരുമിച്ചുള്ള പറയൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇവിടെ ഗവർണറുടെ മുമ്പിൽ നമ്മൾ വന്നത് അദ്ദേഹം അങ്ങ് അറിയിക്കാനാണ്. ഗവർണർക്ക് ഒരുപാട് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് സമരത്തിന് വന്നപ്പോ എന്തായിരുന്നു കളി? ഗവർണർ വിചാരിച്ച എല്ലാമാണ്. ഭരണഘടന ഒന്നും അവർക്ക് പ്രശ്നമില്ല, അവർക്ക് വിചാരധാരയിൽ എഴുതിയല്ലേ അറിയൂ, വേറെ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നീതി ന്യായത്തിന്റെ പേരിൽ നീതി പീഠത്തിന്റെ മുമ്പിൽ നമ്മുടെ നാട് ഒരുമിച്ച് പോകുമ്പോ നമ്മുടെ പാർട്ടിയുടെ CPI ഉണ്ട്, നിങ്ങളുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് നിയമ പോരാട്ടത്തിൽ തുടക്കം കുറിക്കാം. അതുകൊണ്ട് അവസാനിക്കില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മൗലവിമാരെ, എല്ലാ തങ്ങന്മാരോടും ഞാൻ പറയുന്നു, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് ഈ നാട്ടിൽ നീതി നടപ്പായേ മതിയാവൂ. നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ കയ്യിലുള്ള സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് നമുക്ക് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാം. അതിനുള്ള പോരാട്ടത്തിന് ഇവിടെ തുടക്കം കുറിക്കാം. രാജ്ഭവന്റെ മുമ്പിൽ ഗവർണർ അവിടെ പറയണം, ഗവർണറെ നമ്മൾ അഭ്യർത്ഥിക്കാൻ നിങ്ങൾ അവിടെ പറയണം, നിങ്ങളെ ചുമതല നിങ്ങൾ നിർവഹിക്കണം എന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത മൗലവി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും, തങ്ങന്മാർ, ഇമാമ്മ, അതുപോലെ എല്ലാ പ്രധാനികളെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഒരുമിച്ച് ഞാൻ പിന്തുണ നിങ്ങളെല്ലാരെയും അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇതിനെതിരായി ഈ ബിൽ പിൻവലിക്കണം, ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് നാട് ഒരുമിച്ച് ആവശ്യപ്പെടാം. കേരളം ഒറ്റക്കെട്ടാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം. അതിനുവേണ്ടി മുന്നോട്ട് പോകാം. എല്ലാവർക്കും നമസ്കാരം.